ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. നമുക്ക് ഇന്ന് ക്ലാസ് ബാച്ച് 1-ൻ്റെ 2B ഡേ 2B ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ലയൺ ആൻഡ് ദ മൗസ് എന്ന് പറയുന്ന ആ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഗൂഗിളിൻ്റെ തന്നെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പ്, ഈ യൂട്യൂബ് ക്രിയേറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിനകത്ത് സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. യൂട്യൂബ് ക്രിയേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാമത് കാണുന്ന ഇതാണ് യൂട്യൂബ് ക്രിയേറ്റ്. ഓക്കെ, ഈ സിമ്പിൾ ഐക്കൺ നോക്കി വെച്ചാൽ അത് ഇതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വരും. നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാംസൊക്കെ നമുക്ക് എടുക്കുന്നതിനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ച് കൂടുതലായിട്ട് AI വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം. ഭയങ്കര പ്രയോജനമുള്ള ഒരു ടൂളാണ് യൂട്യൂബ് ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്ലാസ് റൂം എടുക്കാം. നമ്മുടെ ഈ ക്ലാസ് റൂമിനകത്ത് ഓക്കെ, നമ്മൾ ഈ കാണുന്നല്ലോ ഈ പേജ്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? ബാച്ച് 1 എടുക്കുന്നു. ബാച്ച് 1-ൻ്റെ അകത്ത് കയറി നമ്മൾ എടുക്കും. നമുക്ക് 4 പ്രോംപ്റ്റാണ് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. അവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ഷിഫ്റ്റ് ചെയ്യണം അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കും. ഈ താഴോട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ വരെയാണ് 3 വരകൾ കാണും. നടുക്കൊരു സ്ക്വയർ ബോക്സ് കാണും. ഈ 3 വരകളുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല പല സ്ക്രീനുകൾ മാറി മാറി വരാം. പല വിൻഡോസിൽ മാറി വന്ന് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഈ ആപ്പ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തു, ഇതെടുത്തു. എനിക്കിത് വേണ്ട, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനങ്ങ് തട്ടിക്കളയണം. നീ ഒറ്റ ആവുള്ളൂ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈലിലാണ് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് റൂം എടുക്കാം, യൂട്യൂബ് ക്രിയേറ്റീവ് എടുക്കാം. ഒരേ സമയം നമ്മൾ ChatGPT ഉപയോഗിക്കും, അതിനോടൊപ്പം ഈ ക്ലാസ് റൂം ഉപയോഗിക്കും, യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിക്കും. ഇനി യൂട്യൂബ് ക്രിയേറ്റ് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ടാവും. അത് കണ്ടെത്തി അതിനെ ക്ലിക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ്, ഇന്ന് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ആദ്യം കാണുന്ന ഒരു പ്ലസ്സോട് കൂടിയ കാണുന്നു. അതുതന്നെയാണ് ക്രിയേറ്റ് പ്രോജക്റ്റ്. എഡിറ്റ് വിത്ത് AI ഉണ്ട്, ജനറേറ്റ് വീഡിയോ ഉണ്ട്, ജനറേറ്റ് ഇമേജ് ഉണ്ട്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും. ഇതിനകത്ത് ബ്ലാങ്ക് ക്ലിപ്പ് എന്ന് പറയുന്ന ഈ പ്ലസ് കാണുന്ന അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ വിൻഡോ. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വിൻഡോ. അതിനകത്ത് താഴെ നമ്മളെ ഓപ്ഷൻസൊക്കെ ഈ താഴെ ആയിരിക്കും കാണിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി കാണാൻ പറ്റും. ഇപ്പം ഞാൻ മാറ്റുന്നതാണ് അതിൻ്റെ ക്ലിപ്പുകൾ ഇടുന്നത്. നമ്മളെ വീഡിയോ ക്ലിപ്പുകൾ, ഇമേജൊക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്തിരുന്നാലും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു വേർഡിലൊരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സൈസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ സൈസ് സെറ്റ് ചെയ്യുക, ഇവിടെ വെളിയിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇതിലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വരത്തില്ല. ഓക്കെ, വെളിയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇത് സെലക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് ബോർഡർ കാണും. വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡീസെലക്റ്റ്.
വെളിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആസ്പെക്ട് റേഷ്യോയിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. അതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഇത് ലാൻഡ്സ്കേപ്പ്, ഇത് പോർട്രേറ്റ്, ഇത് ഒരു സ്ക്വയർ ഷേപ്പാണ്. എൻ്റെ ഫോണിലൊക്കെ ഫോണിലോട്ടൊക്കെ നമുക്ക് ഇത് കുറച്ച് ബെറ്ററാണ് തോന്നും. ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്ക്രീനിലൊക്കെ കാണിക്കുമ്പോൾ നമുക്കിത് കൊടുക്കും. ഇത് നമ്മളെ ഷോർട്സ്, രണ്ടാമത്തെ ഓപ്ഷൻ ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ ഇടാനാണ്. യൂട്യൂബ് ഷോർട്സ്, പിന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ അതുപോലുള്ള മറ്റുള്ള സാധനങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തേത് ഏതാ? യൂട്യൂബ് വീഡിയോ പോലുള്ളത്. നമ്മുടെ പ്രൊജക്ടറൊക്കെ ഡെസ്ക്ടോപ്പിലൊക്കെ കാണിക്കാം, പ്രൊജക്ടറിൽ കാണിക്കാം, ലാപ്ടോപ്പിൽ കാണിക്കാനൊക്കെ നമുക്ക് 16:9 നല്ല സൈസാണ്. ഇപ്പം ഞാൻ x16 എന്ന് പറയുന്ന സൈസ് എടുത്ത് സേവ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ആക്കി, വീഡിയോ സൈസും സെറ്റാക്കി. ഓക്കെ അല്ലേ? ഇനി അടുത്തെന്താ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനാണ് പോകണം. ഇതിനകത്ത് തന്നെ ഉള്ള ജനറേറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇമേജുകളും വീഡിയോയൊക്കെ ജനറേറ്റ് ചെയ്യും. ഇതിൽ ജനറേറ്റ് ഇമേജ് ഉണ്ട്, ജനറേറ്റ് വീഡിയോ ഉണ്ട്. നമുക്ക് ജനറേറ്റ് ഇമേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഏരിയ. പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? താഴെ വരുമ്പോൾ 3 വരെയുള്ള സാധനം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വെറുതെ ഒരു ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സെലക്ട് ആവും. അതിൽ ഇതിനെ പിടിച്ച് ഇങ്ങനെ അറ്റം വരെ വയ്ക്കും. എന്നിട്ട് കോപ്പി, അതിനകത്ത് എന്ത് കൊടുക്കും? കോപ്പി കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് സമയം പിടിക്കും അത് ജനറേറ്റ് ചെയ്ത് വരാനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചുള്ള 1-2 സ്പേസ് വന്നേക്കും. അതെന്താണെന്ന് നോക്കണം. ഇതിപ്പോൾ എനിക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മുകളിലൊരു എക്സ് കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ടോപ്പിൽ എക്സിറ്റ്. ആ പ്രോംപ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. പ്രോംപ്റ്റിൽ എന്തെങ്കിലും സ്പേസോ അങ്ങനെ ഫേമസ് സ്പേസ് ഇല്ല. ഓക്കെ, നമ്മൾ ഒരു കാര്യം വിട്ടു കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇത്ര പറഞ്ഞല്ലോ, നമ്മൾ ഇത് ChatGPT ചെയ്യേണ്ടത്. ChatGPT എന്ന് മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ChatGPT ജെമിനിയോ എടുക്കാം, നമ്മുടെ സൗകര്യം. നമ്മൾ ഈ സ്റ്റോറി ജനറേറ്റ് ചെയ്ത് വയ്ക്കണം. ChatGPTയുടെ താഴെ ഈ കാണുന്നില്ലേ, ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന് പറയുന്നതിൻ്റെ താഴെ ക്രിയേറ്റ് ദ ഫേമസ് സ്റ്റോറി ദ ലയൺ ആൻഡ് ദ മൗസ് ഇൻ 5 സെൻറ്റൻസിൽ തയ്യാറാക്കി തരാൻ പറയണേ. അപ്പോൾ അതെവിടെ കിടക്കുന്നു? ChatGPTയിൽ എടുക്കുക. ChatGPT നമ്മളെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫോണിൽ, ChatGPT. അത് ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു ചാറ്റ് എടുക്കുക. ഒരു കൂടെ പറയട്ടെ, ഫോൺ എടുത്തിട്ട് ChatGPT എടുക്കുക, ഒരു പുതിയ ചാറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഈ മുകളിലത്തെ ഈ 2 വര കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് എന്ന് പറയുന്ന ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു ചാറ്റ് വരും. അതിനകത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ക്രിയേറ്റ് ദ ഫേമസ് സ്റ്റോറി ലയൺ ആൻഡ് ദ മൗസ് ഇൻ 5 സെൻറ്റൻസ്. 5 സെൻറ്റൻസിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞാണേ. ഓക്കെ, നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നമുക്കിത് കണ്ടാൽ മതി. അപ്പോൾ ChatGPT അവിടെ നിൽക്കുകയാണ്, അവിടെ നിന്നോട്ടെ. നമ്മൾ ജമ്പ് ചെയ്യാണ്. എങ്ങോട്ട് ജമ്പ് ചെയ്യും? നമ്മളെ ക്ലാസ് റൂമിൽ. രണ്ടാമത് എന്താ പറയണേ? എ ഫ്രണ്ട്ലി ലയൺ റെസ്റ്റിംഗ് ഇൻ എ ഗ്രീൻ ജംഗിൾ വിത്ത് എ സ്മോൾ മൗസ് നിയർ ഇറ്റ്സ് പോ ബ്രൈറ്റ് കളർഫുൾ. ഇപ്പോൾ ഇത് മറ്റൊരു പ്രോംപ്റ്റാണ്. ടൈറ്റിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള. ഇത് ഏതിലാണ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്ത് ഏതിലാണ് ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്യും.
ഇത് യൂട്യൂബ് ക്രിയേറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോപ്പി എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കോപ്പി എടുക്കുക. കോപ്പി. എന്താണ് പ്രോംപ്റ്റ് എന്ന് പഠിച്ചിട്ട് പോകാമല്ലോ. എ ഫ്രണ്ട്ലി ലയൺ റെസ്റ്റിംഗ് ഇൻ എ ഗ്രീൻ ജംഗിൾ വിത്ത് എ സ്മോൾ മൗസ് നിയർ ഇറ്റ്സ് പോ. ബ്രൈറ്റ് കളർഫുൾ കാർട്ടൂൺ സ്റ്റൈൽ സോഫ്റ്റ് സൺലൈറ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ടൈറ്റിൽ ദ ലയൺ ആൻഡ് ദ മൗസ് അറ്റ് ദ ടോപ്പ്. ഈ ലയൺ ആൻഡ് മൗസ് എന്ന് പറയുന്ന ആ സെൻറ്റൻസ് ഡബിൾ കോട്ട്സിനകത്ത് തന്നിട്ടുള്ളത് കാണാൻ പറ്റും. അതിനർത്ഥം ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം, അതിൻ്റെ മുകളിലായിട്ട് ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണണം. ഇത് നമുക്ക് ടൈറ്റിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റാണ്. ലയൺ ഉണ്ടാവണം, പിന്നെ റെസ്റ്റിംഗ് ഇൻ ഗ്രീൻ ജംഗിൾ വിത്ത് എ സ്മോൾ മൗസ് നിയർ ഇറ്റ്സ്. ഒരു ലയൺ റെസ്റ്റ് ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ അടുത്തൊരു മൗസും ഉണ്ടാവണമെന്ന് പറയണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുക. ഇതൊരു പ്രാക്ടീസാണ് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇതിൽ നമ്മൾ തെളിയും. ആ അവസാനം കാണുന്നതിനെ പിടിച്ച് വലിച്ച് ഇതുവരെ എത്തിക്കുക, കോപ്പി കൊടുക്കുക. ഇപ്പോൾ കോപ്പിയായി. കോപ്പിയായി കഴിയുമ്പോൾ നമ്മൾ എവിടെ വരും? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതിലാണ് ചെയ്യുന്നത്? യൂട്യൂബ് ക്രിയേറ്റ്. യൂട്യൂബ് ക്രിയേറ്റിൽ വന്നിട്ട് അതിനകത്ത് എവിടെയാണ് പേസ്റ്റ് ചെയ്യാനുള്ളത്? ജനറേറ്റ് ഇമേജ്. ജനറേറ്റ് ഇമേജിൽ വന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ആ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ലയണുണ്ട്, മൗസുണ്ട്. ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന് പറഞ്ഞ് ആ ഭാഗം വന്നു. ഓക്കെ, ഇനി ഇപ്പോൾ താഴെ യൂസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ കാണുന്ന ഇമേജ് നമുക്ക് എടുക്കാം. അല്ല, എനിക്കിതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ അനിമേഷൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷൻ കൊടുക്കും. ശ്രദ്ധിക്കണം, നമുക്ക് ഇതിൽ സൗണ്ടും കൂടെ വരും. അപ്പോൾ ഈ സൗണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് യോജിക്കാത്തതാണെങ്കിൽ സൗണ്ട് നമ്മൾ ഓഫ് ചെയ്ത് ഇടണം. അതാണ് കാര്യം, മനസ്സിലായോ? അതാണ് സൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പം നമ്മൾ സൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് സാധനം വേണമെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവനെ സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സ്ക്രീനിലും വൈറ്റ് ബോർഡർ കാണാം. നമ്മൾ സെലക്ട് ചെയ്ത ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിലും വൈറ്റ് ബോർഡർ കാണാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നില്ലേ? അവനെ നമുക്ക് വേണ്ട, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് താഴെ കാണിക്കും. എന്താണ് നമുക്ക് വേണ്ടത്? വോളിയം 0 ആക്കണം. ഈ സൗണ്ട് കട്ട് ചെയ്യുന്ന ഒരു ഐക്കൺ താഴെയായിട്ട് കാണാമല്ല, അതിൽ ക്ലിക്ക് ചെയ്യുമ്പം സൗണ്ട് കുറയും. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വലിച്ചും താഴെ കൊണ്ടാക്കാം. ഡൺ. നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു ടൂളാണ്, ഫ്രീ ആണ്. നമ്മളതിൽ കുറേ ഉപയോഗിച്ച് വരുമ്പോൾ പറ്റും. ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇപ്പോൾ എന്താ പ്ലേ ചെയ്ത് നോക്കട്ടെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. പ്ലേ ബട്ടൺ കൊടുത്തപ്പോൾ എന്തോ സംഭവം. ഇത്രയേ ഉള്ളൂ. ഇത്രയും കിട്ടിയാൽ നമ്മുടെ വിജയിച്ചു. ഓക്കെ, നമ്മൾ ഈ ആദ്യം നമ്മൾ എന്തെഴുതു? ഈ യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ആക്കി അതിനകത്ത് ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്തു ഇല്ലേ? സെറ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്തേ? ഇതിനകത്ത് വന്നിട്ട് നമ്മളവിടെ നിന്ന് പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊണ്ടുവന്നു അല്ലേ? പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ജനറേറ്റ് ഇമേജ് കൊടുത്തു. എന്നിട്ട് ആ പ്രോംപ്റ്റ് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് ടൈറ്റിൽ ഇമേജിനുള്ള പ്രോംപ്റ്റാണേ. പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊണ്ടുവന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു? അതിനെ
ആ ജനറേറ്റ് ചെയ്ത് കിട്ടിയതാണ് ഈ കാണുന്നത്, ഒരു വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്ത്. നമ്മളെ ഈ വർക്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, നമുക്ക് 5 സീനായിട്ട് നമ്മൾ ചാറ്റ് GPT ചെയ്ത് വെച്ചിട്ടില്ലേ, 5 സീൻ. ഈ 5 സീനിനെ നമ്മൾ ഇപ്പോൾ അത് സ്റ്റോറി 5 ലൈനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്, 5 സെൻറ്റൻസ് ആയിട്ട്. നമുക്ക് വേണ്ടത് ഇതിനെ 5 ഇമേജ് ഉണ്ടാക്കിയിട്ട് ഈ ടെക്സ്റ്റ് അതിനകത്ത് കാണിക്കണം, എന്നിട്ട് ടീച്ചർ വോയിസ് ഓവർ ചെയ്യുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. വളരെ സിമ്പിളാക്കിയാണ് തന്നേക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ വീണ്ടും ആവർത്തിച്ച് കാണുക. നമ്മൾ വീണ്ടും അടുത്തത് ചെയ്യാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് റൂമിലോട്ട് വരിക. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഈ രണ്ടാമത്തെ പ്രോംപ്റ്റ് 2, ഈ പ്രോംപ്റ്റ് 2 കൊടുക്കേണ്ടത് എവിടെയാണെന്നും കൂടെ ഒന്ന് ടൈപ്പ്. ചാറ്റ് ജി പി ടിയിൽ ഇത് പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ആ ജനറേറ്റ് ചെയ്ത് വരുന്ന സാധനത്തിന് ദെൻ പേസ്റ്റ്. എവിടെയാണ് പേസ്റ്റ് ചെയ്യണ്ടേ? എവിടെ പേസ്റ്റ് ചെയ്യണ്ടേ? ദെൻ പേസ്റ്റ് യൂട്യൂബ് ക്രിയേറ്റ്. യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. ദെൻ പേസ്റ്റ് യൂട്യൂബ് ക്രിയേറ്റ്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നിങ്ങൾ എടുത്തോണം. ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ഇതെല്ലാം സ്പേസ് ഇടുമ്പോൾ മനസ്സിലാവാനുള്ള സൗകര്യത്തിനാണ്. ഇപ്പോൾ ഇത്ര ഒരു സ്റ്റെപ്പായല്ലോ. ഓക്കെ, ഓക്കെ, ഇത്രയും ഒരു സ്റ്റെപ്പാണ്. ഇതിനെ കോപ്പി എടുത്ത് ഇതിനെ 5 സെൻറ്റൻസ് ആക്കുകയാണ്. ഇതെവിടെ ചെയ്യേണ്ട? ചാറ്റ് GPT എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാറ്റ് GPT എടുത്ത് അതിനകത്ത് ഇതിൻ്റെ താഴെയായിട്ട് ആ പ്രോംപ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ വേണ്ടേ? 5 പ്രോംപ്റ്റ് തയ്യാറാക്കി ഇമേജാക്കി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് ഇമേജ് പ്രോംപ്റ്റ്സ് ഫോർ 5 സീൻ. 5 സീനിന് വേണ്ടി 5 പ്രോംപ്റ്റ്. എന്തിനു ചെയ്യാനാണ്? ഇമേജ് ആക്കാൻ. അതായത് ആ സ്റ്റോറിയുടെ 5 ഭാഗങ്ങളായിട്ട് മാറ്റാം. കഥയെ നമ്മൾ മുകളിൽ സെൻറ്റൻസ് ആക്കിയിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ 5 എന്താക്കി മാറ്റും? ഇമേജുകളാക്കി മാറ്റും. കോപ്പി. ഇതിനകത്ത് വന്നിട്ട് 5 എണ്ണവും ചെയ്യും. ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം 2 എണ്ണം എന്തോ ചെയ്തോളൂ. പക്ഷെ നമ്മൾ ഇതിൽ നമ്മൾ 5 എണ്ണവും ചെയ്യും. ഓക്കെ, ഇതൊന്ന് ഇതവിടെ കിടന്ന് ജനറേറ്റ് ആയിക്കോട്ടെ. ഞാനപ്പോൾ 2 എടുക്കട്ടെ. 2 എടുക്കട്ടെ. 2 എടുത്ത് 1 തീർന്നാൽ നമ്മൾ 2 കൊടുക്കും. ഈ പഴത്തിൻ്റേത് കാണുന്നത് ബനാന ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാനോ ബനാന എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റ്, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിന് ഇട്ടേക്കുന്ന പേരാണ് നാനോ ബനാന. ഇപ്പോൾ നമ്മൾ തന്ന ചിത്രത്തിലെ പ്രോംപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് വന്നു. ഇനി യൂസ് ഇമേജ് കൊടുക്കാം. ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യില്ല. ഇത് വെറുതെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കുക കുട്ടികൾക്ക്. ഇതൊരു കുട്ടി ഈ ഇംഗ്ലീഷിൻ്റെ സ്റ്റോറികൾ ഇങ്ങനെ വായിക്കുകയും ആ ചിത്രം കാണുകയും ആ ലെറ്റർ മാത്രമേ അതിനകത്ത് വരാവൂ. പിന്നെ അത് ടീച്ചർ അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ അതിനകത്ത് വരിക. അതാണ് നമ്മുടെ ലക്ഷ്യം.
ഇനി ഈ ക്ലിപ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഒന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് വലിച്ച് നീട്ടാൻ പറ്റും. ഇതിൻ്റെ അറ്റത്ത് ഈ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീട്ടാൻ പറ്റും. നീട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇമേജിന് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും സെൻറ്റൻസ് ഇവിടെ വെച്ചങ്ങ് തീരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇത്രയും മതി. അപ്പോൾ ഇങ്ങനെ വെച്ച് കുറയ്ക്കാം. ഇവിടെ ക്ലിക്ക് ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ 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 വലിച്ച് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇമേജായി. ഇനി 4 ഇമേജും കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ. അതിനെ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇത് രണ്ടാമത്തെ ഇമേജിൻ്റെ പ്രോംപ്റ്റാണ്. രണ്ടാമത്തെ ആയി വരുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പിടിക്കാം. മൂന്നാമത്തേനെ അവിടെ ക്ലിക്ക് ചെയ്തു, വലിച്ച് ഇങ്ങനെ എടുക്കുന്നു, കോപ്പി എടുക്കുന്നു. ഓക്കെ, നമ്മുടെ സ്പീഡില്ല നാനോ ബനാനയ്ക്ക്. പെട്ടെന്ന് വരൂ. യൂസ് ഇമേജ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് സ്റ്റോറിയായിട്ട് ഒരു ബന്ധം കാണണം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതുമായിട്ട് ഒരു റിലേഷൻ കാണണം. ഞാൻ സ്റ്റോറി വായിച്ചില്ല, ഒന്നും വായിച്ചില്ല, രൂപം വെച്ച് അങ്ങ് ചെയ്യാണ്. മൂന്നാമത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ജനറേറ്റ് ഇമേജ് കൊടുക്കുന്നു, മൂന്നാമത്തെ ഇമേജിനെ പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. യൂസ് ഇമേജ്. ഇപ്പോൾ 2 ആയി 3 ആയി. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ അല്ലേ കൊടുത്തേ. ഇനി 2 എണ്ണം കൂടെ മിച്ചമുണ്ട്. നമുക്ക് 4ാമത്തെ എടുക്കാം. പ്രോംപ്റ്റ് എന്ന് പറയുന്ന അവർ വേണമെന്നില്ല, അത് കിടന്നാലും കുഴപ്പമില്ല. എന്നാലും വേണ്ട, നമ്മൾ പ്രൊഫഷണൽസ് ആണല്ലോ. യെസ്, എവിടെ പ്രോംപ്റ്റ്? യെസ്. കണ്ട, ഞാൻ നേരത്തെ ഈ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഇമേജിൻ്റെ കണ്ടില്ല അല്ലേ. ഞാൻ ഇവിടെ ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാണാത്ത? ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്തു. ഞാൻ വെളിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതങ്ങ് പോയി. ജനറേറ്റ് ഇമേജ്. വീഡിയോ ലെങ്ത് കൂടുകയാണ്, എന്നാലും കുഴപ്പമില്ല. ഫുൾ പ്രൊസീജിയർ നമ്മൾ കണ്ടിരിക്കട്ടെ. യൂസ് ഇമേജ്. ഇനി അവസാനത്തെ പ്രോംപ്റ്റും കൂടെ കൊണ്ടുവരും. അവസാനത്തെ പ്രോംപ്റ്റും കൂടെ കൊണ്ടുവന്ന് അതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. അവസാനത്തെ പ്രോംപ്റ്റും കൂടെ കൊണ്ടുവന്ന് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യും. അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 5 ഇമേജ് കിട്ടും. യൂസ് ഇമേജ്. ഓക്കെ, നമ്മുടെ 5 ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാറ്റ് GPT ആദ്യം സ്റ്റോറി ജനറേറ്റ് ചെയ്ത് വെച്ചില്ലേ 5 സെൻറ്റൻസ്, അത് ഓരോന്നായിട്ട്. ആദ്യത്തെ ടൈറ്റിലിൽ നമ്മൾ കൊടുക്കില്ല. രണ്ടാമത്തെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി താഴെ പുതിയൊരു സാധനം പഠിക്കും, ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം. ഈ ടെക്സ്റ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ടെക്സ്റ്റ് കോപ്പി എടുത്തിട്ട് വേണം ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട്. എവിടെ പോയി കോപ്പി എടുക്കും? ചാറ്റ് ജി പി ടി ആദ്യം എടുത്ത് വെച്ച 5 സെൻറ്റൻസിൽ ഒന്നാമത്തേനെ ഇങ്ങ് പിടിക്കുക, ഫുള്ളിങ് എടുക്കുക,
കോപ്പി എടുക്കുക, ഇവിടെ വരിക, എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനെ ഒന്ന് ചെറുതാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ വയ്ക്കുക. ഇനി ഇപ്പോൾ നമ്മളെ ടെക്സ്റ്റ് റെഡിയായി. ടെക്സ്റ്റാണ് ഈ രണ്ടാമത്തെ ലെയറിൽ കാണുന്നത് ഈ സാധനം. നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കാണാൻ പറ്റും. ഈ ടെക്സ്റ്റ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ അയക്കിയതിന് ശേഷം താഴോട്ട് വരണം. താഴെ എഡിറ്റ് ഉണ്ട്, സ്റ്റൈലുണ്ട്, അനിമേഷനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ എഡിറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് എന്ത് ചെയ്യാം, എഡിറ്റൊക്കെ ചെയ്യാൻ സാധിക്കും. കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സ്റ്റൈൽ കൊടുത്താൽ എന്ത് സംഭവം, സ്റ്റൈലിലാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സാറ് ചോദിച്ചു ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്ന്. അത് ഇതിനകത്താണ് വരണം. അപ്പോൾ ഇതിൽ സൈസ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സൈസ് കൊടുക്കാം. ഫോണ്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് റീഡബിളായിട്ടുള്ള, കുട്ടികൾക്ക് റീഡബിളായിട്ടുള്ളൊരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കളറ് ഇത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളറ്. ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടും കൂടെ സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് എവിടെ കിടക്കുന്നു, തൊട്ടടുത്ത് കളറിൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ കൊടുക്കുമ്പോൾ സംഭവം ഓക്കെ. ഡൺ കൊടുത്തു. ഡൺ. എന്നിട്ട് ഒരല്പം ഒന്ന് താഴോട്ട് എടുത്തു. ഇതുപോലെ ഇതേ കളർ ടോണിൽ എനിക്ക് എല്ലാം വേണം. നമ്മുടെ ഈ ടെക്സ്റ്റ് ഒരല്പം പിറകിൽ കിടപ്പുണ്ട് അല്ലേ. ഇത് വായിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമയം പിടിക്കും കേട്ടോ. സെൻറ്റൻസ് പാഠഭാഗങ്ങളുടെയാണ് വീഡിയോ നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ ചുരുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനത്തെ സ്റ്റോറികൾ കൊടുക്കുമ്പോൾ ചെറിയ ലൈനാണെങ്കിൽ നല്ലത്. ഓക്കെ, ഇതിപ്പോൾ ഒന്നാമത്തെ ഇത് ഇങ്ങനെയാണ്. അത് വായിക്കുമ്പം എ മൈറ്റി ലയൺ എന്ന് പറഞ്ഞ് സെൻറ്റൻസ് ഇങ്ങനെ വായിച്ച് തീരുമ്പോൾ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് നമ്മളെത്തും. എന്നിട്ട് ജനറേറ്റ് ഇമേജ് കൊടുത്ത്, അല്ല സോറി ജനറേറ്റ് ഇമേജ് അല്ല, നമുക്ക് സ്റ്റോറിയാണല്ലോ ചെയ്യുന്നത്. അയ്യോ, രണ്ടാമത്തെ എടുത്ത് അതിനെ അത്രയും കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അതിനെ നമ്മളിവിടെ ഇനി സ്പീഡ് ചെയ്യും. ഒരിക്കൽ പറഞ്ഞു തന്നല്ല. പേസ്റ്റ് എടുത്തു, ഡൺ കൊടുത്തു, സ്റ്റൈൽ എടുത്തു, സൈസ് നമുക്ക് ആവശ്യമുള്ള സൈസിലോട്ട് മാറ്റുന്നു, ഫോണ്ട് എടുക്കുന്നു, അത് നമ്മൾ നേരത്തെ കൊടുത്ത അതേ സെയിം സാധനം തന്നെ. അതിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇനി ഇവിടെ വയ്ക്കാൻ പറ്റില്ല, സിംഹത്തിൻ്റെ തലയിൽ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ എവിടെയാണ് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കാം. സിംഹത്തിനെയും കൂടെ കാണട്ടെ. ഇനി തേർഡ് ഇവിടെ കിടക്കുന്നത് ChatGPT കിടപ്പുണ്ട്. തേർഡ് എടുത്തു, അതിനെടുത്ത് നമ്മളിവിടെ കൊണ്ട് പൊസിഷനിൽ കൃത്യം ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ആ വര അവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ടെക്സ്റ്റ് എടുത്തു, പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തു, അതിനകത്ത് പേസ്റ്റ് കൊടുത്തു, ഡൺ കൊടുത്തു, പൊസിഷൻ കറക്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കും. ഒരു സെൻറ്റർ കണക്കാക്കി വെച്ചിട്ട് അടുത്ത എടുക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് എടുക്കുന്നു, പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുന്നു, അവിടെ പോയി കോപ്പി എടുക്കുന്നു. ഇത് 3 or 4 അത് നോക്കിയില്ലല്ല. 1 2 3 നാലാമത്തതായിരുന്നു. 4 കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുവന്നു. ജനറേറ്റ് ഇമേജ് ഇതെന്തിങ്ങനെ എപ്പോഴും ജനറേറ്റ് ഇമേജ് പോകും. പ്ലെയിൻ ടെക്സ്റ്റ് ഡൺ. ഓക്കെ, ഇനി അവസാനത്തെ ഇതിലേക്ക് വരാം. നമ്മൾ ആദ്യം കോപ്പിയാണ് എടുക്കേണ്ടത്. 5ാമത്തേനെ എടുത്ത് കോപ്പി എടുക്കുക.
ഹെൽപ്ഫുൾ കോപ്പി, ജനറേറ്റ് ഇമേജ് അല്ലാത്ത ടെക്സ്റ്റ് എടുത്ത് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്ത് പേസ്റ്റ് എടുത്തു. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കുട്ടികൾ പഠിക്കാനുള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലെ ഒരു സ്റ്റോറിയോ മലയാളത്തിലെ ഒരു സ്റ്റോറിയോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ, അതാണ് വോയിസ് ഓവർ. അത് നമ്മളെങ്ങനെ ചെയ്യുക? ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ച് നോക്കുകയാണേ. ഇതിപ്പോൾ പ്ലേ ചെയ്തിട്ട്, എ മൈറ്റി ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ജംഗിൾ വെൻ, അത്ര ആയപ്പോഴേ ആ ആദ്യത്തെ തീർന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? നമുക്ക് ഇവനെ വലിക്കണം. ഇത്രയും വലിച്ചു വെച്ചു. എന്നിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് അവനെയും വലിക്കണം. ആ, ഓക്കെ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കട്ടെ. എ മൈറ്റി ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ജംഗിൾ വെൻ എ ടൈനി മൗസ് റാൻ അക്രോസ് ഹിസ് പോ ആൻഡ് വോക്ക് ഹിം അപ്പ്. ഓക്കെ, ഇപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഈ കണക്കിന് എല്ലാത്തിനെയും ഒന്ന് അടിച്ചങ്ങ് നീട്ടി വിടാം. ഞാൻ വോയിസ് ഓവർ ഇതുവരെ പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒന്ന് വായിച്ചിട്ടതേ ഉള്ളൂ. ഞാൻ സാധാരണ വെറുതെ ഒന്ന് വായിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വോയിസ് ഓവർ എങ്ങനെയെന്ന് പറഞ്ഞു തന്നില്ല. എങ്ങനെ വോയിസ് ഓവർ ചെയ്യാം അടുത്ത് പറഞ്ഞു തരാം. ഇതാദ്യം ഒന്ന് ഇവനെ അടുത്തതിൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ രണ്ടും കൂടെ അടിയോ. ഓക്കെ, അപ്പോൾ ഇത് തിരി അങ്ങോട്ടായി. യെസ്, അവസാനത്തെ ഇമേജിനെ ഒന്ന് വലുതാക്കി വെച്ച് അവനെ ഒന്ന്, ഓക്കെ, യെസ്, കഴിഞ്ഞു. അവസാനത്തെ സ്റ്റെപ്പിൽ കിടക്കാം. എന്താ അവസാനം പറഞ്ഞ? വോയിസ് ഓവർ. ഇതിൽ ആ റെഡിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൈക്രോഫോൺ ഈസ് അൺഅവൈലബിൾ, അനദർ ആപ്പ് ഈസ് ഓക്യുപ്പൈയിങ് മൈക്രോഫോൺ, സബ്സിക്വൻറ്റ് റെക്കോർഡിംഗ് വിൽ ബി മ്യൂട്ടഡ്, പ്ലീസ് മേക്ക് ഷുവർ മൈക്രോഫോൺ ഈസ് നോട്ട് ഓക്യുപ്പൈഡ് ബൈ അതർ ആപ്സ് ഇഫ് യു വാണ്ട് ടു കീപ് റെക്കോർഡിംഗ് വിത്ത് സൗണ്ട്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഐ ആം ഹെൽപ്ലെസ്. എനിക്ക് ഈ സോഫ്റ്റ്വെയർ ഓണാക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ സാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളൊന്നും സോഫ്റ്റ്വെയർ ഓണാക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഫോണിൽ. നിങ്ങൾക്ക് ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എ മൈറ്റി ലയൺ എന്ന് പറഞ്ഞ ആ സെൻറ്റൻസ് വായിച്ച് നോക്കാം. വായിച്ച് കഴിയുമ്പോൾ അവസാനം താഴെ ഒരു ഡൺ എന്ന് പറയുന്ന ബട്ടൺ കാണും, അതിൽ ഡണ്ണിൽ കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ താഴെ ഒരു കളർ ഇത് കണ്ട, ഇതായിരിക്കും നമ്മുടെ ഓഡിയോ, ഈ കളറിൽ കാണും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ താഴെ കൃത്യമായിട്ട് വയ്ക്കും. എവിടെയാണോ വേണ്ടത് കൊണ്ട്, ഇപ്പോൾ 0 എന്നാണ് കാണിക്കുന്നത് ഓഡിയോ ഫയൽ. നമുക്ക് എന്താ വേണ്ടേ? അത് ഓരോന്നിനെയും ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും താഴെ നമുക്ക് എടുത്ത് അടുക്കി പറക്കി വെച്ച് പോകണം. അടുത്ത ഇതിനെ ഈ 2 വിരലും കൊണ്ടേ നമുക്കിതിനെ നമ്മളെ പിച്ചുമല്ലോ, അതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഉണ്ടോ? അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്തോണം. അപ്പോൾ ഓരോന്നിൻ്റെ അവിടെ വെച്ചിട്ട് വോയിസ് ഓവർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ. നമുക്കൊരു മ്യൂസിക്കും കൂടെ കൊടുത്താലോ അതിനകത്ത്? ഭംഗിയാവില്ലേ? അപ്പോൾ അതിൽ ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെ കാണും. സൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ ചില ഷോർട്സിൻ്റെയൊക്കെ മ്യൂസിക് ഇതിനകത്ത് കാണിക്കുന്നുണ്ടേ.
ഇപ്പോൾ ഈ മിന്നൽ വള എന്ന് പറയുന്ന ആ പാട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ആ പാട്ട് ഇതിനകത്ത് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കോള് വന്നു, സോറി. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ മിന്നൽ വള കിടപ്പുണ്ട്, ഭയങ്കര ഒച്ചത്തിൽ മിന്നൽ. അപ്പോൾ അതിനെ നമ്മൾ വോളിയം അതിനകത്ത് കുറച്ച് കൊടുക്കണം. വോളിയം കുറയ്ക്കേണ്ട എങ്ങനെയായിരുന്നു? ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വോളിയം സെലക്ട് ചെയ്ത് വെച്ചിട്ട് വോളിയം സെലക്ട് ചെയ്യണം. വോളിയം അതിനെ നമ്മൾ വളരെ കുഞ്ഞ് വോളിയാക്കി വെച്ചിട്ട് ടൺ കൊടുക്കുക, പ്ലേ കൊടുക്കുക. അപ്പോൾ വോളിയം കുറച്ച് തന്നെ ഇടണേ, അല്ലെങ്കിൽ ഇത് ഡിസ്റ്റർബാവും. കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല കുറയണം. ഇപ്പോൾ 8 കിടക്കുന്നത്, ഒരു 3 മതി. 3 തീരെ കുറഞ്ഞു. ഒരു 7 കൊടുത്തു. ഓക്കെ, ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കുക. അവസാനമായിട്ട് എക്സ്പോർട്ട് കൂടെ ചെയ്യണം, എങ്കിലേ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പോർട്ട് ബട്ടൺ ആ മുകളിൽ കാണാൻ പറ്റും. ആ ആരോയും താഴെ ഒരു വരയുണ്ട്, കാണാമല്ലോ റൈറ്റ് ടോപ്പിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ലോങ്ങർ ദാൻ 60 seconds. യുവർ വീഡിയോ ഈസ് ലോങ്ങർ ദാൻ ദി പെർമിറ്റഡ് ഡ്യൂറേഷൻ ഓഫ് 60 seconds. ദി ഷോർട്സ് മ്യൂസിക് ട്രാക്ക് വിൽ ബി റിമൂവ്ഡ് വെൻ യു ഞാൻ ഈ ഒരു അബദ്ധം പറ്റി കേട്ടോ. നമ്മുടെ ഈ ഷോർട്സിൻ്റെ മ്യൂസിക് ട്രാക്കുകൾ ഇത് 60 seconds, 1 മിനിറ്റും നമുക്ക് 1 മിനിറ്റ് 11 സെക്കൻഡ് വന്നിട്ടുണ്ട്. ഷോർട്സ് ഇവിടെ വന്ന് തീർന്നല്ലോ മ്യൂസിക്. പിന്നെന്താ പ്രശ്നം? എക്സ്പോർട്ട് വിത്തൗട്ട് ഓഡിയോ പറ്റുന്നുണ്ട്. 60 സെക്കൻഡാണ് ഒരു ഷോർട്സ് എന്ന് പറയണം. നമ്മുടെ യൂട്യൂബ് ഷോർട്ട് എന്ന് പറയുന്ന 60 സെക്കൻഡാണ്. യുവർ വീഡിയോ ഈസ് ലോങ്ങർ ദാൻ പെർമിറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണ് എന്നാണ് പറയുന്നത്. കണ്ടിന്യൂ എഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ആക്കി ചെയ്യാൻ പറ്റണം. ഒരു 60 സെക്കൻഡിനകത്തെ. ഷോർട്സിൻ്റെ സാധനമാണ്. അപ്പോൾ ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നോക്കട്ടെ. ആസ്പെക്ട് റേഷ്യോ മാറ്റിയിട്ട് സേവ് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശരിയാവുമോ? എക്സ്പോർട്ട്, യെസ്. ഷോർട്സ് മാറ്റിയിട്ട് മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ആസ്പെക്ട് റേഷ്യോയുടെ ഫസ്റ്റ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഷോർട്സ് ഇട്ടാണ് ഞാൻ ചെയ്തത്. അതിനെ മാറ്റിയിട്ട് വീഡിയോ ആക്കിയപ്പോൾ ഓക്കെ, പ്രശ്നം സോൾവ്. അപ്പോൾ അതൊരു പുതിയ അറിവാണ് എനിക്ക്. എക്സ്പോർട്ടായി വരെയാണ്. എക്സ്പോർട്ട് ആകുന്നത് നമുക്ക് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുകയോ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ ഷെയർ ചെയ്യുകയോ ചെയ്യാം. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോണിൽ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാം. അപ്ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടെ അപ്ലോഡാകും? യൂട്യൂബിൽ അപ്ലോഡാകും. ഓക്കെ, നമുക്ക് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ B1 ഇടയാണേ. B1 ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ജനറേറ്റ് ചെയ്ത് ചെയ്യുക. നമ്മളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ.